ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മാഗസിൻ എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. മാഗസിൻ എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഈ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലൂടെ പഠിച്ചെടുക്കാനുള്ള കൺസെപ്റ്റുകളെന്ന് നോക്കാം. ഒന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ എഡിറ്റിംഗ്. മാഗസിൻ എഡിറ്റിങ്ങിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന്. രണ്ട്, മാഗസിൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. മാഗസിൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ആരൊക്കെ, അവിടെ എത്ര പേര് ജോലിക്കുണ്ടാവാം എന്നുള്ളതൊക്കെയാണ് പഠിക്കുന്നത്. മാഗസിൻ ഡിസൈൻ, അടുത്തതാണ് മാഗസിൻ ഡിസൈൻ എങ്ങനെയാണെന്ന്. അടുത്തത് ലേ ഔട്ട് എലിമെൻറ്റ്സ്, ലേ ഔട്ടിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. മാഗസിൻ പ്രൊഡക്ഷൻ, അവസാനം പഠിക്കാനുള്ളതാണ് മാഗസിൻ പ്രൊഡക്ഷൻ എന്നുള്ളത്. ഇത്രയും കൺസെപ്റ്റാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ കീ കൺസെപ്റ്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിലൂടെ നമുക്ക് ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്, ഈ പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും എങ്ങനെയുള്ള ഗുണങ്ങളാണ് ഇതിലൂടെ കിട്ടുന്നതെന്ന്. ഓക്കെ, the learner will be able to evaluate various principles involved in magazine editing. മാഗസിൻ എഡിറ്റിംഗ് പ്രോസസ്സിലുള്ള ഓരോ പ്രിൻസിപ്പിളും എന്തൊക്കെയാണ്, ഓരോ തത്വങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഐഡൻറ്റിഫൈ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ്. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോരുത്തരുടെയും റോളും അതിൻ്റെ ഓരോരുത്തരുടെയും പ്രവൃത്തികളും അതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ലിസ്റ്റ് ദ എലിമെൻറ്റ്സ് ഓഫ് എ ഗുഡ് മാഗസിൻ പേജ് ഡിസൈൻ. ഒരു നല്ല മാഗസിൻ പേജ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ട എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ ഭാഗത്തിലൂടെ പഠിക്കുകയാണ്. ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗസിൻ ലേഔട്ട്. പലതരത്തിലുള്ള മാഗസിൻ ലേഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കും. പ്രൊഡ്യൂസ് എ സ്റ്റാൻഡേർഡ് മാഗസിൻ, ഒരു നല്ല നിലവാരമുള്ള ഒരു മാഗസിൻ ഒരുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത്രയുമാണ് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫുകൾ എല്ലാ പാഠത്തിലും ഉണ്ടാവും, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഇവിടെ വായിക്കേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങളത് വായിച്ച് നോക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം അതിൽ നിന്നുള്ള ചില പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന ടൈറ്റിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ എഡിറ്റിംഗ്. മാഗസിൻ എഡിറ്റിങ്ങിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് ചെറിയ പാരഗ്രാഫിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ത്രൂ എക്സലൻറ്റ് റൈറ്റിംഗ്, design and photography, a magazine tries to present descriptive and credible stories that will arouse interest and curiosity of the readers. അപ്പോൾ നല്ല ചിത്രങ്ങളും ഡിസൈനും എഴുത്തും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അതിലൂടെ തൻ്റെ വായനക്കാരിലെ താല്പര്യവും ക്യൂരിയോസിറ്റി ആകാംക്ഷയും നിറയ്ക്കാനാണ് മാഗസീനുകളൊക്കെ ചെയ്യുന്നു. ഓക്കെ, എഡിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി ഈസ് ഓൾസോ ക്രൂഷ്യൽ. എ മാഗസീൻ നീഡ്സ് ടു പ്രസൻറ്റ് എ ഫാക്ച്വൽ കോപ്പി ഇൻ ആൻ എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ക്രെഡിബിലിറ്റി. അപ്പോൾ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് മാഗസീനുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാഗസീനിൽ നമ്മൾ പറയുന്ന മാഗസീൻ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളിവിടെ എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ, പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ എഡിറ്റിംഗ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ മനസ്സിൽ നിന്ന് അത് ഇറങ്ങിപ്പോവാതിരിക്കും. ഓക്കെ, ഒന്നാമത്തത് എഡിറ്റോറിയൽ പോളിസി. അപ്പോൾ ഒരു മാഗസിൻ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് എഡിറ്റോറിയൽ പോളിസി. 2, കണ്ടൻറ്റ്. 3, ബാലൻസ്. 4, കോംപ്രിഹെൻസീവ്നെസ് ആൻഡ് അക്യുറസി. 5, ഹൗസ് സ്റ്റൈൽ. 6, ഡിസൈൻ. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ എഡിറ്റിംഗ്. അപ്പോൾ ഒന്നാമത്തെ മാഗസിൻ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പറയാം. മാഗസിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് ഒന്നാമത്തത് എഡിറ്റോറിയൽ പോളിസി. എന്താ നോക്കാം. The editorial policy is a kind of a blueprint of a magazine that indicates the boundaries within which individual issues are built.
അപ്പോൾ ഒരു എഡിറ്റോറിയൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഴുതപ്പെട്ട ബ്ലൂ പ്രിൻ്റ്, ഒരു മാർഗരേഖ ആയിരിക്കാം, അല്ലെങ്കിൽ മാഗസീൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ബൗണ്ടറി അല്ലേ, എല്ലാത്തിനും ഒരു അതിരുണ്ടാവുമല്ലോ, ആ ഒരു ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഡിറ്റോറിയൽ പോളിസി. ഇത് ഒരു മാഗസീൻ്റെ നിർമ്മാതാക്കൾ ആരാണോ അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാരാണോ അവരുടെ നയങ്ങളെയാണ് നമ്മൾ എഡിറ്റോറിയൽ പോളിസി എന്ന് പറയുന്നത്. ഇൻ ജനറൽ the editorial policy sets the purpose of the magazine, determines its character and overall slant, defines the nature of the content by which the purpose is to be achieved, and establishes size, number of pages and frequency of publication. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് സാധാരണ രീതിയിൽ എഡിറ്റോറിയൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗസീൻ ആരാണോ പുറത്തിറക്കുന്നത് അവരെയാണ് നമ്മൾ എഡിറ്റർ എന്ന് പറയുന്നത്. അവർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡിറ്റോറിയൽ. അപ്പോൾ എഡിറ്റോറിയൽ ടീം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരാളായിരിക്കില്ല, ചിലപ്പോൾ ആ എഡിറ്റോറിയൽ അംഗങ്ങളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എഡിറ്റോറിയൽ ടീമിൻ്റെ നയത്തിനെ അല്ലെങ്കിൽ പോളിസിയെ വിളിക്കുന്ന പേരാണ് എഡിറ്റോറിയൽ പോളിസി. നമുക്കറിയാലോ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസീൻ എഡിറ്റിംഗ് എന്നുള്ളതാണ്. മാഗസീൻ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട തത്വങ്ങൾ, അതിലൊന്നാമത്തെ തന്നെ എഡിറ്റോറിയൽ പോളിസി കൊടുക്കാൻ കാരണം ഒരു മാഗസീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വവും അതിൻ്റെ എഡിറ്റോറിയൽ ടീമിനാണ് അല്ലേ. അപ്പോൾ അവർക്കൊരു നയമുണ്ടായിരിക്കും, അവർക്കുള്ളൊരു നയം, അവരുടെ ഒരു പോളിസി ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്യാം ഈ മാഗസീൻ വഴി, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത്രയൊക്കെ വരെ ചെയ്യാം, ഇത്രയൊന്നും വരെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് നയങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വരണം, എല്ലാ കാര്യങ്ങളുണ്ടാവും. അത്തരം നയങ്ങൾ ഒരു എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു പോരുന്ന അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ചില ചിട്ടകളുണ്ടായിരിക്കാം, ഒരു നയങ്ങളുണ്ടായിരിക്കാം ഒരു മാഗസീനിന്. അപ്പോൾ അതിനെ തീരുമാനിക്കുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡാണ്. അപ്പോൾ അവരുടെ നയത്തിനെ വിളിക്കുന്ന പേരാണ് എഡിറ്റോറിയൽ പോളിസി. അപ്പോൾ നമ്മൾ മാഗസീൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അറിയേണ്ട കാര്യമാണ് എഡിറ്റോറിയൽ പോളിസി. ആ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസി എന്താണ്, അവരുടെ ചായ്വ് എന്താണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ പർപ്പസ്, അവരെന്ത് ഉദ്ദേശത്തിലാണ് ഈ മാഗസീൻ നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. അങ്ങനെ അറിഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ആ മാഗസീന് വേണ്ടി എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവാതെ വരും. അപ്പോൾ അത് നമ്മൾ ആ പത്രത്തിൻ്റെ ആളായിട്ട് പതുക്കെ മാറും. ഓക്കെ, അപ്പോൾ എഡിറ്റോറിയൽ പോളിസിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എഡിറ്റിംഗ് വിഭാഗത്തിലെ കാര്യം. ഓക്കെ, അപ്പോൾ എഡിറ്റോറിയൽ പോളിസി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാഗസീൻ വേണ്ട കണ്ടൻറ്റുകൾ കൊടുത്ത് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യം എപ്പോഴും എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പറയും, തള്ളിക്കളയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എഡിറ്റോറിയൽ പോളിസി ശ്രദ്ധിക്കുക, അവരുടെ നയങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. രണ്ട് കണ്ടൻറ്റാണ്. കണ്ടൻറ്റ്, the biggest part of editorial planning is dreaming up ideas for content. The method you choose for putting your magazine together can determine how you gather and incorporate the content. ഓക്കെ, നമ്മൾ ഒരു മാഗസീനിന് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ ഒരു കണ്ടൻറ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ആശയത്തിനെ നമ്മൾ കൊണ്ടു നടക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് രീതിക്കാണ് അതിനെ കൊണ്ടു നടക്കുന്നത്, എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും അതൊക്കെ അതിൻ്റെ മൊത്തം നിലനിൽപ്പിനെ ബാധിക്കും. ഓക്കെ, ദ എഡിറ്റോറിയൽ പ്ലാനിംഗ് ഗ്രൂപ്പ് ഷുഡ് ഡെവലപ്പ് ക്രൈറ്റീരിയ ഫോർ ഇറ്റ്സ് വർക്ക്. അപ്പോൾ എഡിറ്റോറിയൽ പ്ലാനിങ്ങിനൊക്കെ നമ്മൾ അതിൻ്റെ കൃത്യമായ ഒരു വർക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, there are objective standards which may be used in planning and by which the content of the magazine can be measured. ഓക്കെ, അപ്പോൾ ചില ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്, ചില നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട് വിച്ച് മേ ബി യൂസ്ഡ് ഇൻ പ്ലാനിങ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഈ മാഗസീനിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ച് വരുന്ന ചില ചിട്ടകളും കാര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അളന്നെടുക്കേണ്ടതാണ്, നമ്മൾക്ക് എത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഓക്കെ,
അപ്പോൾ the editor should take the initiate in setting the group to think about these criteria. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിക്കേണ്ടതാണ് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആ കണ്ടൻറ്റിൻ്റെ കൊടുക്കാൻ പാടില്ലാത്ത കണ്ടൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുകയും ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുമ്പോൾ അതിൽ രണ്ടാമത്തേതായിട്ട് നമ്മൾ പറയുന്ന കണ്ടൻറ്റിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്ത് തരം കണ്ടൻറ്റുകളാണ്, ഉള്ളടക്കങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ബാലൻസ് ആണ്. For any magazine there is the possibility of a large number of topics from different fields as content. അപ്പോൾ മാഗസീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം കണ്ടൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോലെ വ്യത്യസ്തതയാണ് അതിൻ്റെ പ്രത്യേകത. Not every topic will appeal in good measure to every reader. അപ്പോൾ ഓരോ തരത്തിലുള്ള കണ്ടൻറ്റുകളും എല്ലാ വായനക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നൊരു മാഗസിൻ ജനറൽ മാഗസിൻ എന്നിരിക്കുക, അതിൽ 1-2 പേജ് ആദ്യം തന്നെ സ്പോർട്സ് ആണ് കാണിക്കുന്നതായിരിക്കാം, നമുക്ക് ഇഷ്ടം ആർട്സിനോടാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ കുറയാൻ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ കുറയാൻ പാടില്ല. എല്ലാ തരം കണ്ടൻറ്റുകളും ചേർത്ത് കൊടുത്ത് മാഗസീനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനെയാണ് ബാലൻസ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ തരം കണ്ടൻറ്റുകളും സമം ചേർത്ത് കഴിഞ്ഞാൽ മാത്രം മാഗസീൻ എന്ത് ചെയ്യുന്നു, എല്ലാ തരം ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്നു അല്ലേ. അപ്പം the way we structure contrasting and similar elements creates a smooth flow and compositional balance. അപ്പോൾ നമ്മൾ ഓരോ തരം കണ്ടൻറ്റുകളും ചേർത്ത് മാഗസീനെ മൊത്തത്തിൽ ഒന്ന് ബാലൻസ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ആ മാഗസീൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വളരെ ഉചിതമായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ മാഗസീൻ മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസ്. എല്ലാ തരം കണ്ടൻറ്റുകളും ചേർത്ത് ഒരു ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ പോയിന്റ്. അടുത്തതാണ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ നമ്മൾ ചേർക്കുന്നത് എല്ലാ തരം കണ്ടൻറ്റുകളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പലതരം കണ്ടൻറ്റുകളെ ചേർക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എഡിറ്റിങ്ങിൻ്റെ പോളിസി ആയിട്ട് നമ്മൾ പഠിച്ച ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നാലാമത്തത് കോംപ്രിഹെൻസീവ്നെസ് ആൻഡ് അക്യൂറസി. അപ്പോൾ ദ കണ്ടൻറ്റ് ഷുഡ് നോട്ട് ഓൺലി ബി ബാലൻസ്ഡ്, it should also be comprehensive. The alert editor and his planning group will explore all the possible angles of interest of the reader. അപ്പം ആൾക്കാർക്ക് മനസ്സിലാകുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൃത്യമായ വിവരം കിട്ടണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന കോംപ്രിഹെൻസീവ് ആൻഡ് അക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രം ആൾക്കാർ അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, കോംപ്രിഹെൻസീവ്നെസ്സും അക്യുറസിയും, കൃത്യതയും ഈ ആൾക്കാർക്ക് ഡൈജസ്റ്റബിൾ ആവണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് ഇതിന് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം, എഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിലുള്ളതാണ്. ഓക്കെ, the editor will be looking forward to including new topics which are emerging in the society. അപ്പോൾ എഡിറ്റർ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കണം. അത് നമ്മുടെ ഇന്നത്തെ നിലവാരത്തിലുള്ള സൊസൈറ്റിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. It is attaining comprehensiveness that the editor uses his ability to think beyond his readers. Comprehensiveness will explore the strength of important forms that go into magazine journalism: text, graphics, photos, illustrations, as well as broader word strength of print presentation. അപ്പോൾ നമ്മൾ എല്ലാ തരം കണ്ടൻറ്റുകളൊക്കെ ചേർത്ത് ആൾക്കാർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അർത്ഥം. അക്യുറസി ഓൾവേസ് ഹാസ് ലോങ് ബീൻ ദ സ്ലോഗൻ ഓഫ് ദ ജേർണലിസ്റ്റ്. അക്യുറസി എന്നുള്ളത് നമ്മൾ ജേർണലിസം പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അക്യുറസി അല്ലേ, കൃത്യത. അപ്പോൾ thorough checks and cross checks in the editing room will make an excellent copy. അപ്പോൾ ആവർത്തിച്ചുള്ള തിരുത്തലുകളും ചെക്കിങ്ങും കറക്ഷൻസും അല്ലെങ്കിൽ റീചെക്കുകളും ഒക്കെ നല്ലൊരു സ്റ്റോറിയെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യണം,
ചെക്കുകളും ക്രോസ് ചെക്കുകളും ഒക്കെ ചെയ്ത് നോക്കണം നമുക്ക് കിട്ടിയ കണ്ടൻറ്റിനെ. ഓക്കെ, അത് അപ്പോഴാണ് അത് അക്യുറേറ്റ് ആവുന്നത്. ഓക്കെ, അടുത്തതായിട്ട് editors and copy readers should read the copy with a critical eye. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇത് ശരിയായിരിക്കും എന്നുള്ള രീതിയിലേക്ക് വായിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റേഴ്സിന് എപ്പോഴും ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് മാറ്റണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എഴുത്തിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം കൊടുക്കാൻ പറ്റും. അടുത്ത അഞ്ചാമത്തത് ഹൗസ് സ്റ്റൈലാണ്. ഹൗസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിനും ഒരു എഴുത്ത് ശൈലി ഉണ്ടായിരിക്കും. ആ എഴുത്ത് ശൈലി അത് ആ സ്ഥാപനത്തിൻ്റെ ശൈലിയായിട്ട് പറഞ്ഞു. ആ സ്ഥാപനം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഹൗസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ശൈലി ഉണ്ടാവും. ആ ശൈലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൗസ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ചില വാക്കുകൾക്ക് സ്പെല്ലിങ്ങിലൊക്കെ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലേ. പാർട്ടി എന്ന് എഴുതുമ്പോൾ ഒരു ട, ചില പത്രങ്ങൾ പാർട്ടി എന്ന് എഴുതുമ്പോൾ 2 ട കൊടുത്തെഴുതുന്നു അല്ലേ. അപ്പോൾ ഇരട്ടിച്ച ട ചേർത്തിട്ട് എഴുതുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും സ്ഥാപന ശൈലിയാണ് അല്ലേ. അപ്പോൾ ആ സ്ഥാപന ശൈലിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൗസ് സ്റ്റൈൽ. അല്ലെങ്കിൽ സ്റ്റൈൽ ബുക്ക് ഉണ്ടാവും ഇത് ഫോളോ ചെയ്യാനൊക്കെ വേണ്ടി. ഓക്കെ, അപ്പം ഹൗസ് സ്റ്റൈൽ ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് കളക്റ്റഡ് ടുഗദർ ഇൻ എ ബുക്ക് ഓർ എ കമ്പ്യൂട്ടർ ഫയൽ. അപ്പോൾ ഒരു ഹൗസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ, പ്രത്യേകിച്ചും മാധ്യമ സ്ഥാപനത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട രീതികൾ എങ്ങനെയാണ് നമ്മൾ ഈ പത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ മാഗസീനിലേക്ക് അക്ഷരങ്ങൾ എഴുതേണ്ടത്, അത് ചിലപ്പോൾ മലയാള ഭാഷാ പ്രകാരം ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരുന്ന സെൻറ്റൻസോ അല്ലെങ്കിൽ വാക്കുകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ പത്രം ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മാഗസീൻ ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഫയൽ ബുക്കിനെയോ അല്ലെങ്കിൽ സാധാരണ ഒരു ബുക്കിനെയോ വിളിക്കുന്ന പേരാണ് ഹൗസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ബുക്ക് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവർ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഹൗസ് സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ ശൈലിയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ റൂൾസൊക്കെ പറയുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ശൈലിക്ക് വിളിക്കുന്ന പേരാണ് ഹൗസ് സ്റ്റൈൽ. ഓക്കെ, ഹൗസ് സ്റ്റൈൽ ഈസ് വെയർ എ മാഗസിൻ യൂസസ് സിമിലർ ലേഔട്ട് ആൻഡ് സ്ട്രക്ചർ സച്ച് ആസ് masthead, font, colors, logo, placement of pictures and location ഓഫ് ബാർകോഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് വെറുതെ എഴുത്തിൻ്റെ ശൈലിയിൽ മാത്രമല്ല, എഴുത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് സ്വന്തമായിട്ടുള്ള ശൈലിയാക്കി മാറ്റുന്നത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു മാഗസീന് കൊടുക്കുന്ന ഏറ്റവും വലിയ ടൈറ്റിൽ ഉണ്ടാവില്ല, മാഗസീൻ്റെ പേരുണ്ടാവില്ലേ കവർ പേജിൽ, അതൊക്കെ അതിന് നമ്മൾ പറയുന്നത് മാസ്റ്റ് ഹെഡ് എന്ന് പറയും. ഫോണ്ടുകൾ അല്ലേ, അക്ഷരങ്ങളെ ശൈലിക്കാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയുക. അക്ഷരങ്ങൾ ഓരോ തരം അക്ഷരങ്ങളുണ്ട്. അപ്പം പിന്നെ കളേഴ്സ്, ഏത് കളർ ഉപയോഗിക്കണം, ലോഗോ ഏത് കളർ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ, ലോഗോ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഹൗസ് സ്റ്റൈലിൽ. ആ ഹൗസ് സ്റ്റൈൽ നോക്കി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കിടക്കുക. സാധാരണ ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടുന്ന ഒരു പുതിയ എംപ്ലോയി ചെയ്യേണ്ടത് അവരുടെ ഹൗസ് സ്റ്റൈൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം മലയാള ഭാഷയിൽ പലതും പറയുമെങ്കിൽ കൂടി ഈ സ്ഥാപനത്തിൻ്റെ വർക്കിന് വേണ്ടി ഈ കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു രീതി ഉണ്ടാവും. അങ്ങനെ രീതി ഫോളോ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൗസ് സ്റ്റൈൽ എന്ന് പറയുക. അത് ആ സ്ഥാപനത്തിൻ്റെ ശൈലിയായിട്ട് നിലകൊള്ളും. അത് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ്. മറ്റു പത്രങ്ങളും മറ്റു മാഗസീനുകളിൽ നിന്നും തങ്ങളുടെ പത്രങ്ങൾ വ്യത്യസ്തമായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ സ്റ്റൈൽ ബുക്ക് അല്ലെങ്കിൽ ഹൗസ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കമ്പ്യൂട്ടർ ഫയലായിട്ടോ സാധാരണ പുസ്തകമായിട്ടോ നമ്മുടെ ഓഫീസുകളിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ ഉണ്ടായിരിക്കും. ഇത് എല്ലാത്തരം മാഗസീനിലും പത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഹൗസ് സ്റ്റൈൽ. ഓക്കെ, അടുത്ത ഒന്നാണ് ഡിസൈൻ. വിതൗട്ട് great design, magazine is only half of what it can be. മാഗസീനുകളിൽ ഡിസൈൻ ഇല്ലെങ്കിൽ അത് ഒരു ഹാഫ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പണിയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം. ബാക്കി പകുതി മുഴുവൻ കിടക്കുന്നത് ഡിസൈനിലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ഹാവ് ബ്രോട്ട് tools for creating plenty of depth to magazine designs. അപ്പോൾ പലതരം മാഗസീൻ ഡിസൈനുകളിൽ ഇന്ന് ലോകത്തുണ്ട്. അതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ നമ്മുടെ ഇന്നത്തെ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും ഡിസൈൻസൊക്കെ നോക്കി മനസ്സിലാക്കാനും അവ കമ്പയർ ചെയ്യാനും നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നു. ചെറിയ ചെറിയ ഇഫക്റ്റുകൾ, കളറിൻ്റെ സ്റ്റൈല്,
കളറിൻ്റെ കോൺട്രാസ്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡിസൈനിലൂടെയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു മാഗസീൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഡിസൈനും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ ഇഫക്ട്സ് ആൻഡ് ടെക്നിക്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ടുഡേയ്സ് ഡിസൈൻസ്. ഇന്നത്തെ ഡിസൈനുകളൊക്കെ, അതായത് മാഗസീൻ ഡിസൈൻ ആവട്ടെ, എന്ത് ഡിസൈൻ ആയാലും അതിലൊക്കെ വരുന്ന ഏറ്റവും വലിയ കാര്യം സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡിസൈൻസ് ഒക്കെ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് ഡിസൈൻ ടെക്നിക്സ് ആർ ഓഫൺ ടൈം കൺസ്യൂമിങ് ആൻഡ് ക്യാൻ റീഡേഴ്സ് ഫ്രം ദ മാഗസീൻസ് ഇൻറ്റൻറ്റഡ് ഫോക്കസ്. അപ്പോൾ കുറേ അധികം ഡിസൈൻ ചെയ്താലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാഗസീൻ ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റാതെ വരും. ആൾക്കാർ വരും ചിത്രങ്ങളും അതിൽ ഡിസൈനും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ എഴുത്തിനെ ബാധിക്കുന്ന തരത്തിലായിരിക്കരുത് മറ്റ് ഡിസൈനുകളൊക്കെ. അപ്പോൾ കളർ ഏത് കൊടുക്കണം, ഏത് വലുപ്പം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഡിസൈനിങ് ടീമാണ്. The basic principle that underlies magazine editing is that writing and designing share the foundation for a good magazine. അപ്പോൾ നല്ല എഴുത്തും നല്ല ഡിസൈനുമാണ് ഒരു മാഗസീൻ്റെ എല്ലാ ബലവും എന്നാണ് ഇവിടെ പറയുന്നത്. എവറിത്തിങ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റീഡർ. ഓക്കെ, അപ്പോൾ ഇത് വായനക്കാരനെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ലക്ഷ്യം. The various principles such as balance, openness, theme, etc. also help to make them look good and put the reader at ease, and everyone can make rational decisions instead of emotional ones. Okay, അപ്പോൾ നമ്മൾ ഇമോഷണലായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കാതെ തന്നെ അത് കുറച്ചുകൂടെ റാഷണൽ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരണം. അപ്പോൾ നമ്മളുടെ മാഗസീൻ്റെ ഡിസൈൻ ആണ്, എഴുത്തും ഡിസൈനുമാണ് ഒരു മാഗസീനെ നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ ദിവസം പഠിക്കാനുള്ള ഭാഗം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് കേൾക്കുക, അതിനുശേഷം നോട്ട്സ് വരുന്നത് പഠിച്ചെടുക്കുക. താങ്ക് യു വെരി മച്ച്.